മിസ് യു ഫ്രൈഡേ. സത്യം പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. എന്നാൽ വേറെ എന്റെ മമ്മിയോട് ചോദിക്കുകയാണ്, എന്ത് തോന്നി മാള് വന്നിട്ട് 2 വർഷത്തിന് ശേഷം? ഇതിന്റെ ഈ ചോക്ലേറ്റിന്റെ അകത്ത് ലിക്കർ ഉണ്ട് കേട്ടാ. അങ്ങനെ ഞാൻ വിറകിന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. വിറകിന്റെ മമ്മിയും ഡാഡിയും എല്ലാരും ഉണ്ട്, പിന്നെ ഇവളുടെ കൂട്ടുകാരും ഉണ്ട്. ഇത് റെഡിയാ? എന്താ പരിപാടി ഇന്ന്? നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. കഴിച്ച ഭാഗ്യം, ഒരാള് പറഞ്ഞിട്ട്. അപ്പൊ ഞാനും വിറകും സ്റ്റാൻലി അവരെല്ലാരും കൂടെ നമ്മള് പുറത്ത് ഫുഡ് അടിക്കാൻ പോവാണ്. പിന്നെ എനിക്ക് വിറക് കൊണ്ടുവന്ന സാധനങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോ ഒക്കെ കാണിച്ചു തരാന്ന്. കാണിച്ചു തരാം ഏതൊക്കെയാണെന്ന്. നമ്പർ 1 2 ജാഗറിന്റെ നല്ല കിടുകയും കുപ്പികൾ വിറക് കൊണ്ടുവന്നു കേട്ടോ നമുക്ക് വേണ്ടിയിട്ട്. ഓ, ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് കൊണ്ടുവന്നല്ലേ വിറക്. അതെ, ഇത് മതിയില്ല. പിന്നെ ഗൈസ് നറൂട്ടോയുടെ ഒരു മെർച്ചൻഡൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. നറൂട്ടോയും പിന്നെ അവന്റെ 2 മാക്രികളും. ഓക്കെ, പിന്നെ 2 വേപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. ഓ വേറോ ലവ് യു ബ്രോ, പൊളി. ഓ മാൻ. അപ്പൊ ഇത്ര സാധനം എനിക്ക് വേണ്ടി വിറക് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തുവാ? ലിക്കർ ചോക്ലേറ്റാ? ഓ പൊളി സാധനം ഗൈസ്. ലിക്കർ ചോക്ലേറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ചിട്ടില്ല കേട്ടോ. ഇതിനായിട്ട് ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. കൊള്ളത്തില്ലേടി? എന്താണ് ഞാൻ കഴിക്കാൻ പോലെടി? ഇറ കൊള്ളത്തില്ലെന്നാണോ പറയുന്നത്? ആണോ? എങ്ങനെ വലുതാണോ ഇത്, അതോ ചെറുതാണോ? ആണോ? അപ്പൊ ഗൈസ് ഇത് നല്ലതായിരിക്കും. ഖോനാക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ആണെന്ന് തോന്നുന്നു. എന്തായാലും കഴിച്ചു നോക്കാം ഗൈസ്. കഴിച്ചു നോക്കിയിട്ട് കൊള്ളാന്ന് പറയാം. എടി നിനക്ക് വേണോ? ഓ, ഇത് ഭയങ്കര പൊക്കല്ലോ. കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. എന്നാൽ വേറെ എന്റെ മമ്മിയോട് ചോദിക്കുകയാണ്, എന്ത് തോന്നി മാള് വന്നിട്ട് 2 വർഷത്തിന് ശേഷം? സന്തോഷം. ഞങ്ങൾക്ക് വലിയ എയർപോർട്ടിൽ വന്നപ്പോ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇത്ര നാള് ഈ 2 വർഷത്തിനുള്ളിൽ കാണാൻ പറ്റാത്ത ഒരു സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു. കരഞ്ഞില്ല, എന്നാലും പ്രയാസം ഉണ്ടായിരുന്നു. ഇങ്ങനെയും എല്ലാരും ഭയങ്കര ഇതൊക്കെ ആയിരുന്നു പുള്ളീനെ കണ്ടപ്പോ. ഇത്ര നാൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ലല്ലോ, നേരിട്ട് കാണുമ്പോ നമുക്കൊരു പ്രത്യേകതയില്ലേ മക്കളെ കാണാൻ. വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിറം വെച്ചിട്ടുണ്ട്. പിന്നെ പുള്ളി പഠിക്കാനല്ലേ പോയത്. പഠിക്കാൻ പോയത് കൊണ്ട് പിന്നെ ജോലിയും പിന്നെ ക്ലാസ്സും കൂടെ ആവുമ്പോ പുള്ളിക്ക് അത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അല്ലാതെ നമ്മള് ജോലി ചെയ്ത് ജീവിക്കാൻ, അവിടെ ചെന്ന് ഫുഡ് അടിച്ച് ജീവിക്കാനല്ലല്ലോ പോയത്. പഠിക്കണ്ടേ, അതിന് വേണ്ടി പോയതാ. അപ്പൊ സന്തോഷമുണ്ട് വന്നതിൽ. ഭയങ്കര സന്തോഷമായതുകൊണ്ട്. പിന്നെ നിങ്ങളെയൊക്കെ കണ്ടുമുട്ടിയപ്പോ അതിനേലും വലിയ സന്തോഷം. കാണാണ്ടിരുന്ന് കണ്ടതുകൊണ്ട് വീണ്ടും സന്തോഷം. കാണാണ്ടിരുന്ന് കണ്ടതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എല്ലാരെയും കാണുന്നതിൽ. നിനക്ക് എന്ത് തോന്നി അമ്മേനെ എല്ലാരും കണ്ടപ്പോ? എനിക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് വന്നപ്പോഴത്തേക്ക്. എന്താന്ന് വെച്ചാ ഇവിടെ വന്നിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. എല്ലാരും പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നിനക്കൊരു ഫീൽ ഉണ്ടായില്ല. മിണ്ടേന്ന് അറിയില്ല. പിന്നെ പെട്ടെന്ന് ക്ലൈമറ്റ് പറയുമ്പോഴത്തേക്കും അതിന്റെ അപ്പുറം എനിക്കാണെങ്കിൽ ഞാനിപ്പോ കുറെ കുളിക്കും. നല്ല തണുപ്പല്ലേ ഇവിടെ ഇറങ്ങിയപ്പോ തൊട്ട് നീ വിയർക്കുണ്ടായിരുന്നു? പിന്നെ വേർക്കുന്നു. ഞാൻ ഇവിടെ ഡെയിലി കുളിക്കുന്നുണ്ട്. നേരത്തെ കുളിക്കത്തില്ലായിരുന്ന? ഇല്ല, അവിടെ ഡെയിലി കുളിക്കണ്ട, വേർക്കുന്നില്ലല്ലോ, തണുപ്പല്ലേ. ഇവിടെ ഡെയിലി കുളിക്കണം എനിക്ക്. ഒരു വ്യത്യാസമുണ്ട്. പിന്നെ എല്ലാരെയും കാണുമ്പോഴത്തേക്കും അടിപൊളിയല്ലേ. 2 ആഴ്ച 2 ആഴ്ചയല്ലേ? എന്ന് തിരിച്ച് ഞാൻ 25-ന് പോകും. 26-നല്ലേ? എന്നിട്ട് ഇനി എപ്പോ വരും? ഹലോ ഗൈസ്, അല്ലെങ്കിൽ ഈ വർഷം അവസാനം മിക്കവാറും വരും. ഉടനെ വരും. വരുമല്ലേ ഗൈസ്? ഉടനെ ഒരു ഞാൻ പറയുന്നില്ല. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ ഗൈസ് ഞങ്ങൾ പോയിട്ട് വരാം. ബൈ ബൈ. കാരോട് ബൈ ബൈ. അങ്ങനെ എനിക്ക് ഏകദേശം ഒരു 2-3 വർഷമായെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ ഫ്രൈഡേ പെയിന്റ് അടിച്ചിട്ട് കേട്ടോ. അപ്പൊ റെഡ് ആൻഡ് ബ്ലാക്ക് ആയിരുന്നു. എന്തായാലും ഇന്നത് നമ്മൾ മാറ്റാൻ പോവാണ് ഗൈസ്. കാരണം എന്തായാലും കുറെ വർഷങ്ങളായി. അപ്പൊ എന്തായാലും ഒരു ചേഞ്ച് ഒക്കെ വേണ്ടല്ലേ. അതുകൊണ്ട് ഞാനത് തന്നെ നമുക്ക് കളർ മാറ്റാന്ന് ഓർത്തിട്ട് ഫുള്ള് അങ്ങ് റെഡ് ആക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. മിസ് യു ഫ്രൈഡേ. സത്യം പറഞ്ഞാൽ എനിക്ക് മാറ്റേണ്ടെന്നും ഉണ്ട്. കാരണം ഇത് അതിൻ്റെ ഒരു സിഗ്നേച്ചർ കളർ പോലെ ആയി. പിന്നെ എന്തായാലും നമുക്കൊരു ചേഞ്ച് ഒക്കെ
നമ്മളിപ്പോൾ വളർന്നു വരുമ്പോൾ നമ്മുടെ അപ്പിയറൻസ് ലുക്കും ഒക്കെ നമ്മൾ മാറ്റത്തില്ല. അതേപോലെ ഞാൻ ഇതിനൊരു ജീവനുള്ള മെഷീൻ പോലെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതും ഇത്തിരി ഇതൊക്കെ ഇത്തിരിയുടെ വലുതാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ലുക്കൊക്കെ മാറ്റണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ലുക്ക് മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുക കേട്ടോ. അങ്ങനെ ഇന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ വിറകിന് ഹുക്ക് വലിക്കണമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ള സ്ഥലത്ത് വന്നിരിക്കുക. നോക്കട്ടെ, പ്രാക്ടീസ് ഒക്കെ നീ മറന്നാ നോക്കട്ടെ എൻ്റെ. ഓ യാ വരുന്നില്ലേ കട്ടിക്ക് വലി. ഒന്നുകൂടെ വലിച്ചേ, ഇവിടെ വരേണ്ടതാണല്ലോ. വരുന്നില്ലേ? ഇന്ന് വലിച്ചു നോക്കിയേ. ആ അല്ലേ, പിന്നെ വന്നു. അയ്യോ വേദനിക്കുന്നതിന് കട്ടി കൊല്ലടി. ആ ഇപ്പൊ ആത്മാവ് ഒരു ഓർത്ത് വരുന്നുണ്ട്. ആ അതേ പറയുന്നു. ആ ഓ പൊടി അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്രൈഡേ വീവിന് അവിടെ കൊടുത്തായിരുന്നു പെയിന്റ് അടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ പുള്ളിക്കാരൻ അവിടുത്തെ ഓണർ ആണെങ്കിൽ അവിടെ ഇല്ലായിരുന്നു, കൊല്ലം എവിടെ കണ്ട് പോയിരിക്കുമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ചാന്നും ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും അവിടെ ചെന്ന് വെച്ച് പണി വല്ലതും തുടങ്ങിയ തീരാറായ അല്ലെങ്കിൽ എവിടെയെങ്കിലും വേറെ ആയെന്ന് നമുക്ക് പോയി നോക്കാം. എന്നിട്ട് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ തരാം. എന്തായാലും അടിപൊളിയായിരിക്കും. നമ്മുടെ വണ്ടി അതേപടി കിടപ്പുണ്ട്, ഒരു വ്യത്യാസമില്ല. ഇവിടുത്തെ പുള്ളിക്കാരൻ ഇവിടെ ഇല്ലെന്നേ. ഇതിന്റെ നമ്മൾ പെയിന്റ് അടിക്കാൻ കൊടുത്ത സ്ഥലത്തിന്റെ ഓണർ ഇവിടെ ഇല്ല. അപ്പൊ അതിന്റെ തൊട്ടപ്പുറത്താണ് വിറകിന്റെ വീട് കേട്ടാ. അപ്പൊ നമുക്ക് വിറകിനെ പോയെന്ന് കണ്ടിട്ട് വരാം. പാവത്തിന് പനിയൊക്കെ അടിച്ച് കിടക്കണമെന്ന് പറയണ എഴുത്ത് ഗൈസ്. പനിന്ന് പടരാണ്ടിരുന്നാ മതിയായിരുന്നു. വിറക് എന്തോ എനിക്ക് വാടാപ്പൻ. ഓ മാൻ, എന്തോ പുതിയ വൈറസ് ആണോ മറ്റേ? അതെ, പുതിയ വൈറസ് ഇല്ലേ ചൈന എന്നൊക്കെ വന്നെന്ന് പറഞ്ഞ. ഇവിടാണ് ഗൈസ് പുറത്തുനിന്ന് വന്നിരിക്കുവോ, വൈറസുമായിട്ട് വന്നെന്നാ എനിക്ക് തോന്നുന്നു. ഇവിടെ വന്നപ്പോ വൈറസ് ആക്റ്റീവ് ആയി. ആ ഇടി കളർ ചെയ്തല്ലേ ഗൈസ്. ഇവിടെയൊക്കെ ഫുള്ള് നരയായിരുന്നു നമ്മുടെ വിറകിന്റെ. അതെല്ലാ കളറൊക്കെ നരയൊക്കെ മാറ്റി എന്ത് കളറാക്കി ഇപ്പൊ? ഇരുട്ടായതുകൊണ്ട് മനസ്സിലാവുന്നില്ലടി. ആ കൊള്ളാം. മുടി വെട്ടിയാ എന്നിട്ട്? ഓ മാൻ, അങ്ങനെയെങ്കിലും ഗൈസ് വിറക് കുളിച്ചിരിക്കുകയാണ്. ശരിയാ കേട്ടാ. ഇടി അതാണെന്ന് തോന്നുന്നു കേട്ടാ. എല്ലാരും എന്ത് അവിടെ വിറകി എനിക്ക് കഴിഞ്ഞ ദിവസം ലിക്കറിന്റെ ചോക്ലേറ്റ് തന്നായിരുന്നു കേട്ടാ. ആ ഞാൻ കഴിച്ചു, കുഴപ്പമില്ല. ആ നൈസാ. പക്ഷെ ഗൈസ് ഞാൻ സെറ്റൊന്നും ആയില്ല. ആ ചോക്ലേറ്റിനകത്ത് ലിക്കർ ഉണ്ടെന്നാണ് ഇവള് പറഞ്ഞത്. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പക്ഷെ എനിക്ക് കഴിച്ചിട്ട് കൂടെ എനിക്ക് ടേസ്റ്റ് തോന്നിയ അതാ ഇനി ലിക്കറെല്ലാം സൈഡിൽ കൂടെ ഒഴുകിപ്പോയെന്ന് ഡൗട്ട്. കാരണം ഇവിടെ വന്നപ്പോ വണ്ടിക്കകത്ത് തിട്ടായിരുന്നു. അതിനകത്ത് ചൂട് കാരണം മൊത്തം ഒലിച്ചു പോയായിരുന്നു. എന്നാലും കഴിച്ചപ്പോ ഇഷ്ടപ്പെട്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇതല്ലേ നീ കഴിച്ച വേറെ അല്ലേ? ആ പക്ഷെ അത് നല്ലേ. അടി നീ കുടിക്കാൻ പോയെന്ന് പറയത്തില്ലല്ലോ. ഇത് കൊള്ളാം, ഞാൻ കാണിച്ചു തരാം. ഗൈസ് വിറകിന്റെ 1 lakh ക്രോസ് ചെയ്തതിന്റെ പ്ലേ ബട്ടൺ കണ്ട എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട് കേട്ടോ ഈ സാധനം. ഇതേപോലെ എന്റെ ആക്ച്വലി 1 million കിട്ടിയുണ്ട്. പക്ഷെ ഞാൻ അത് അപ്ലൈ ചെയ്തില്ലായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പൊ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്, എന്താണെന്നറിയത്തില്ല. വിറക് പറഞ്ഞത് ഇതും കൂടെ ഒന്ന് കാണിക്കണമെന്ന് കേട്ടോ. വിറക് എടി ലാറ്റ്വിയ ചാടിയല്ലേ എടി? ആ ലാറ്റ്വിയ എന്നെടുത്ത് ചാടിയ കേട്ടോ ഇവള്. എത്ര ആയിട്ടുണ്ടായിരുന്നു? ഞാൻ ചാടിയതിന്റെ അത്ര ആയിട്ടില്ലായിരുന്നല്ലോ. പിന്നെ അത്ര എന്റെ അത്ര ഏറി നീ എന്തായാലും പോലും.
എനിക്ക് മനസ്സിലായി നിന്റെ ഉദ്ദേശിക്കുന്നു. എന്തായാലും കാര്യം ഇവിടെ ചാടി കേട്ടാ. എടാ നീ ചാടിയിട്ടുണ്ടോ? ഒരു മരത്തെന്തെങ്കിലും നീ ചാടുവാടാ. എന്നിട്ടാണ് ഈ ഡയലോഗ് മൊത്തം പോന്ന്. പ്ലെയിൻ എന്നൊക്കെ ചാടാൻ ചങ്കൂറ്റം വേണം. ചങ്കൂറ്റം ഫോബിയ. അതൊരു ഫോബിയ. എയറോഫോബിയ. അതാണ് ഞാൻ ചാടണ്ടെന്ന് പറഞ്ഞതിന് മുമ്പ് ഒരു ചാടിയെന്ന്. ഗൈസ് വെറൈന്റെ മമ്മിക്ക് പുതിയ മെഷീൻ ഷോ ഓഫ് ചെയ്യാണ് ഞങ്ങളെ. എന്റെ അടുത്ത ഷോ ഓഫ് ലാറ്റ്മിന്ന് കത്രിക കിട്ടും. ഇത് എത്ര രൂപ ഇതിന്? അഭിലാഷ് ഡ്രസ്സ് പാന്റ് എന്തെങ്കിലുമൊക്കെ ചെറുതാക്കണ നേരെ ഇങ്ങോട്ട് വന്നു വെച്ചാൽ ഇവിടെ നമുക്ക് പൈസ കൊടുക്കണ്ട അല്ലേ? കമോൺ ഗൈസ് വിറകിന് പനി ആയതുകൊണ്ട് ഞങ്ങൾ കരിക്കും വെള്ളം കുടിക്കാൻ വേണ്ടി പുറത്തു പോവാം. പിന്നെ എന്റെ കാർ അപ്പുറത്ത് കൊടുത്തിരിക്കും, അതും കൂടെ ഒന്ന് നോക്കണം. നമ്മൾ പെയിന്റ് അടിക്കാൻ കൊടുത്ത കടയിൽ ചേട്ടനുണ്ടല്ലോ, പുള്ളി അവിടെ ഇല്ല. പുള്ളി ഫോൺ വിളിച്ചിട്ടാണെങ്കിലും എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മള് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വീണ്ടും ഫോൺ വിളിച്ചിട്ട് അങ്ങനെ പോകണം. സമയമില്ല എനിക്ക് വീട്ടിൽ പോയി. പിന്നെ വീഡിയോയും കൂടെ ഈ വീഡിയോ ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കണം, അതുകൂടെ എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ എന്തായാലും പോയി 2 കരിക്കും കൂടെ കുടിച്ച് സെറ്റ് ആയേക്കാൻ പോവാ അല്ല പറഞ്ഞോ. എന്റെ വീഡിയോസ് കാണാറുണ്ടോ? ഇനിയും കാണണം. കണ്ടതിൽ സന്തോഷം ചേട്ടാ. ഇനി കാണണേ. ഉറപ്പായിട്ട് ചേട്ടൻ ഇന്നത്തെ വീഡിയോ കണ്ടുണ്ട്. അപ്പൊ ഗൈസ് വിറ കൊണ്ടുവന്ന മറ്റേ ലിക്കറിന്റെ ചോക്ലേറ്റ് ഇല്ലേ, അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, കാണിച്ചു തരാം. വീട്ടിലെത്തിയിട്ടുണ്ട്, അപ്പൊ കാണിച്ചു തരാം. ഇതാണ് ചോക്ലേറ്റ്. ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഒറ്റ കൈക്ക് ടാസ്ക് ആണ് ഗൈസ്. ഒരു മിനിറ്റ് ഞാൻ തുറക്കട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ ഇതിന്റെ ഈ ചോക്ലേറ്റിന്റെ അകത്ത് ലിക്കർ ഉണ്ട് കേട്ടാ. ഓക്കെ, കുറേയൊക്കെ മറിഞ്ഞ് അകത്തോട്ട് വീണത്. ഇത് കണ്ടോ, ഇതൊക്കെ ലിക്കറാണ്. ഓക്കെ, എന്നാലും ഞാൻ മാറ്റിയൊക്കെ വെച്ചിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, വീട്ടിൽ കൊച്ചൊക്കെ ഉള്ളതാണ്. അവനെങ്ങാനും നോർമൽ ചോക്ലേറ്റ് ആണെന്ന് എടുത്ത് കഴിച്ചാല. പക്ഷെ എനിക്കിത് കഴിച്ചിട്ട് ഭയങ്കര ഒരു ഇതായിട്ടൊന്നും തോന്നിയൊന്നുമില്ലല്ലോ ഫ്രാങ്ക്ലി. ഇത് നമുക്ക് ഒരെണ്ണം കഴിച്ചു നോക്കാം. ഇടയ്ക്കൊരു ബിസ്ക്കറ്റ് ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. എനിക്ക് ഓവറായിട്ട് ഇത് കഴിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ച് സെറ്റായി പോകത്തൊന്നുമില്ല. അതൊക്കെ വെറുതെ ആണെന്ന് തോന്നും. എനിക്കൊന്നും ഇത് ഇവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന് തോന്നുന്നു. ലിക്കറിന്റെ പേരും പറഞ്ഞ് ചോക്ലേറ്റ് വിറ്റ് പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും കൊള്ളാം. ഒരെണ്ണം കൂടെ കഴിക്കുവാണേ. ചേസ് ഗൈസ്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വായലിട്ടാണ്ട് കേട്ടോ, ഞാൻ നാക്ക് വഴങ്ങാത്ത. ഓക്കെ, അതുപോലെ തന്നെ ഫ്രൈഡേയുടെ വർക്ക് ഇതുവരെയും തുടങ്ങിയിട്ടില്ല. എന്നാലും തുടങ്ങുമായിരിക്കും. തീർന്നു പറഞ്ഞാൽ നിങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, സോ ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൽക്കാൻ വിലക്കാൻ ടഹേന്ന് അടിച്ചു പൊട്ടിക്കുക. എന്നാൽ മാത്രം നെക്സ്റ്റ് ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും കിട്ടത്തുള്ളൂ. സോ ഗൈസ് കീപ് സപ്പോർട്ടിങ്. ഇറ്റ്സ് മീ സഞ്ജു ആൻഡ് ബൈ ബൈ.